ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഭയങ്കര തിരക്ക് പിടിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ മീനാക്ഷിയുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ഈ 23rd നമ്മുടെ മീനൂട്ടിയുടെ മാരേജാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇന്നിപ്പോൾ മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിയുടെ ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ ടെറസിലാണ് മൈലാഞ്ചി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ പകൽ വന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ ചിറ്റയും മീനും ഒന്നും ഇല്ല. അവരൊക്കെ പല പല കാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങാനായിട്ടും ഒക്കെ പോയേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതേ ചിറ്റയൊക്കെ ജസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ വീട്ടിലേക്ക് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചക്കത്തേനുള്ള ഫുഡ് വന്നു. അപ്പോൾ നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നത്. ചിറ്റയും ചിറ്റപ്പനൊക്കെ ഭയങ്കര ബിസിയാണ്. അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ തട്ടിക്കൂട്ടി തിരുവാതിരയുടെ പ്രാക്ടീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താവും എന്നറിയില്ല. ഒട്ടും പ്ലാൻഡ് അല്ല. ഒന്നും ആരും പഠിച്ചിട്ടുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. യഥാർത്ഥ തിരുവാതിര കളിക്കാരിത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്താ പറയുക, എറിയും. പക്ഷെ എന്നാലും ഒരു സന്തോഷം. എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് വെച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷമില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ മീനുവിൻ്റെ ഫംഗ്ഷൻ എത്രത്തോളം നമുക്ക് കളർഫുള്ളാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ എത്രത്തോളം കളർഫുൾ ആക്കാനായിട്ട് പറ്റുമോ അതിനായിട്ടുള്ള പരിശ്രമമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ധൃതിയിലാണ് എല്ലാവരും. നമുക്കിവിടെ ജസ്റ്റ് തൊട്ടപ്പുറത്ത് റൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വിളക്ക് കൊളുത്തി അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് 5 മണിക്ക് തുടങ്ങണമായിരുന്നു. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അതുപോലെ എന്താ പറയുക, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് ഇതേ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഇങ്ങനെ കയറി നടക്കുവാണ്. നമ്മുടെ ശിവാങ്കാണ് എത്തിക്കുത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ളത്. ഒരാൾ വന്നു പോയി നിൽക്കും. ഫുഡ് താഴെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇതേ നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുങ്ങിയതിന് ശേഷം ആൾക്കാർ ജസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ബലൂണ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ആർച്ച് പോലെ അറേഞ്ച് ചെയ്യണം, അവിടെ പിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വീർപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ പടക്കം പൊട്ടണ പോലെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടൊരു എൻ്റർടൈൻമെൻ്റ് ആയി. കുഞ്ഞിക്ക് ആ ബലൂൺ ഇങ്ങനെ ആ സംഭവം വെച്ചിട്ട് എയർ പ്രസ് ചെയ്തിട്ട് വീർപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേര് സംഭവമൊന്നും എനിക്കറിയില്ല. അതിൻ്റെ തുള്ളിച്ചാട്ടമൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബലൂൺ പൊട്ടുമ്പോൾ ശിവാങ്ക് പേടിക്കുന്നുണ്ട്. അയ്യോ പടക്കം പൊട്ടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പേടിയാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷി എത്തിയിട്ടുണ്ട്. അവൾ കയറി വരുന്നത് എടുക്കാനായിട്ട് വീഡിയോ ഓൺ ചെയ്തതാണെങ്കിലും പക്ഷേ അവളുടെ ബാക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇനി എന്താ പറയുക, അത് അവളുടെ ഫ്രണ്ട് രേവതിയാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളെല്ലാം ഭയങ്കര കമ്പനിയാണ്. ഇപ്പോൾ നമ്മുടെ ഡാൻസും പെർഫോമൻസും ഒക്കെ ഉണ്ട്. ഒന്നും പ്ലാൻഡ് അല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. അപ്പോൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും ചേർന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന സെക്ഷനാണ് ഇനി. അതിൻ്റെ കൂടെ ദക്ഷിണ കൊടുക്കുന്ന വലിയൊരു കാര്യം, അതായത് രാവിലെ കൊടുക്കാനുള്ള ദക്ഷിണ നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. രാവിലെ എല്ലാത്തിനും സമയം ഉണ്ടാവില്ല. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇന്നലെ എടുക്കാൻ പറ്റാതെ പോയൊരു വീടിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടിയാഗോയ്ക്കായിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ വന്ന ഒരാൾ ഇടിച്ചു. ഡിക്കി ഫുള്ള് ജാമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ആകെപ്പാടെ നമുക്കൊരു സങ്കടമാണ് ഡിക്കി അങ്ങനെ ആയത്. പിന്നെ അത് ശരിയാക്കി തരാമെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരായിട്ട് ഫുഡ് കഴിക്കുന്നു. റൈസും ചിക്കനും അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന് ഗോബി മഞ്ചൂരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അർച്ചന ചേച്ചിയും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടനും ഫാമിലിയും അവരൊക്കെ കയറിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പേരെ ഞാൻ സെറ്റ് സാരി ഉടുപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല എത്ര പേരാന്ന്. ഒരു 8-10 പേരോളം നമ്മൾ മൈലാഞ്ചിക്കായിട്ട് സെറ്റ് സാരി ഉടുപ്പിച്ച് ഒരുക്കി വിട്ടിട്ടുണ്ട്. ഇനി കല്യാണത്തിന് അടുത്ത സാരി ഉടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിളക്ക് എത്തിച്ച് നമ്മുടെ മൈലാഞ്ചി ചടങ്ങ് ഐശ്വര്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറ്റിലെ മൈലാഞ്ചിയും താഴെ ഇരിക്കുകയായിരുന്നു. അത് എടുക്കാനായിട്ട് ഓടിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്തു. നമ്മുടെ പരിപാടി ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉള്ള ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
അതിനുശേഷം ഞാൻ താഴേക്കൊന്ന് ഇറങ്ങി വന്നു. ഇവിടെ മഴ തോർന്നിട്ടില്ല. നമ്മൾ ഇന്നലെ തിരിച്ചപ്പോൾ തൊട്ട് മഴയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കല്യാണത്തിനൊന്ന് പെയ്യരുതേന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനുവേട്ടൻ വന്നപ്പോൾ അനുവേട്ടൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് വേണം അനുവേട്ടനും പോയിട്ട് ദക്ഷിണ മേടിക്കണം. അപ്പോൾ അച്ഛൻ വന്ന സന്തോഷത്തിൽ കുഞ്ഞ് ചാടിത്തുള്ളി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കുഞ്ഞോട് പറയാണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. പക്ഷേ കുഞ്ഞ് എങ്ങനെയോ മണത്തറിഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ട് അച്ഛനെ കാണാനായിട്ട്. ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അനുവേട്ടൻ ദക്ഷിണ മേടിക്കാനായിട്ട് കയറി പോവാണ്. ആൾ ഫുഡ് വിളമ്പുന്നതും ഒക്കെ വരുന്നവരുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അതേ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചടങ്ങ് കഴിയുമല്ലോ. അപ്പോൾ അതിനായിട്ട് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ യദുവിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരെ അമ്മയും ചിറ്റയൊക്കെ കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പലരെയും അറിയുന്നതും ഉണ്ട്, അറിയാത്തതും ഉണ്ട് കേട്ടോ. ഒരുപാട് ദൂരെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അനുവേട്ടൻ എന്തായാലും ദക്ഷിണ കൊടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ യദുവിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ ഫാമിലിയിൽ എന്ത് പ്രോഗ്രാം വെച്ചാലും യദുവിൻ്റെ പാട്ടില്ലാണ്ട് എന്താ പറയുക, ഒരു പരിപാടി മുന്നോട്ട് പോകില്ല. യദുവിൻ്റെ പാട്ട് അതുപോലെ സൂപ്പറാണ്. ഞാൻ കുറച്ചൊക്കെ കേൾപ്പിച്ച് തരാം. കോപ്പിറൈറ്റ് വരുമോ എന്നറിയത്തില്ല. മ്യൂസിക്കിൻ്റെ വരും എന്നെനിക്കറിയില്ല. പാട്ട് എന്തായാലും നമ്മൾ നാച്ചുറലി പാടുന്നതാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചി, അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മണിയമ്മ ചിറ്റയൊക്കെയാണ്. ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്മായി നിങ്ങളൊക്കെ അങ്ങോട്ട് വരില്ലല്ലോ ാണ് കേട്ടോ. അത് വിഷ്ണുവിൻ്റെ പെങ്ങൾ. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തെടുത്താണ്. നമ്മുടെ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ വിചാരിക്കില്ല അവർ വന്നതൊന്നും ഇതിലില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കാൻ പറ്റണ മാക്സിമം കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ വീഡിയോ എടുത്തെടുത്ത് ഫോൺ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അയ്യോ, നമ്മുടെ കുഞ്ഞുപെണ്ണ് പ്രത്യേകം പറഞ്ഞായിരുന്നു ചിറ്റയ്ക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കും, അപ്പച്ചിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അവളും ആദ്യവികയും ചേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അവർക്ക് ഏകദേശം സെയിം ഏജാണ്. അവരൊക്കെ ഭയങ്കര കൂട്ടുകാരാണ്. യദുവിൻ്റെ നല്ല രാഗത്തിലൂടെ ഞങ്ങളും കൂടെ കൂടി മാക്സിമം കുളമാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാർ, എന്താ പറയുക, ചേച്ചിയും ചേട്ടന്മാരും നാത്തൂന്മാരും എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കയറുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവളെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇമ്പ്രസ് ചെയ്യാനായിട്ടും കരയിക്കാനും ഒക്കെ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അവളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവളുടെ ചിരി ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് അവളുടെ വിഷ്ണുവിൻ്റെ ലൈഫ് പോട്ടെ. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ഒച്ചയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. ചെറിയൊരു ജലദോഷം എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. കാറ്റും തണുപ്പും ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതാ നമ്മുടെ തട്ടിക്കൂട്ട് തിരുവാതിരയാണ് കേട്ടോ. എങ്ങനെയായാലും അത് എന്തൊക്കെയോ കാണിച്ചിട്ട് എന്തോ ഭംഗി വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് രാഗി ചേച്ചി ഉണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിൽ ജോയാലുക്കാസിൽ വർക്ക് ചെയ്യുന്ന, ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളാണ് രാഗി ചേച്ചി. അപ്പോൾ ഞങ്ങളുടെ ചിറ്റയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആൾ. അപ്പോൾ ആളൂടെ കയറിയിട്ടുണ്ട്. ആൾ കറുത്ത ചുരിദാറിട്ടാണ് കേട്ടോ. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതേ രാഗി ചേച്ചി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കാണിച്ചു തരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് പോയി. എന്തായാലും ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലേത ചേച്ചിയുണ്ട്. ചേച്ചിയും അത്യാവശ്യം നല്ല രീതിയിൽ തിരുവാതിര കളിക്കുന്ന ആളാണ്. പക്ഷെ ഞങ്ങളൊക്കെ വെറുതെ കുളമാക്കാനായിട്ട് കയറിയതാണ്. എന്നാലും ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത്. തിരുവാതിര ഭയങ്കര ട്രഡീഷണലാണ്. അത്രയും പവിത്രമായിട്ട് പോകുന്ന ഒരു കലയാണ്. ഞങ്ങളത്
കുളമാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കാണിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കാണിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സും കാര്യങ്ങളും ഉള്ളൂ തിരുവാതിരയിൽ. പക്ഷെ ഒരു കല്യാണ തലേന്ന് മൈലാഞ്ചിക്ക് നമ്മൾ ഹിന്ദുക്കൾ ഒരു തിരുവാതിരയൊക്കെ കളിച്ചില്ലെങ്കിൽ എന്തായാലും ഒരു രസം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തിരുവാതിര. അതുകൊണ്ട് ഞങ്ങൾ അത് എന്തായാലും അറിഞ്ഞില്ലെങ്കിലും അത് കളിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അമ്മൂമ്മ എവിടെയെങ്കിലും ഇരുന്ന് ഇതെല്ലാം കണ്ട് അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ അമ്മൂമ്മ ഭയങ്കര ഹാപ്പി ആവട്ടെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ തിരുവാതിര എന്തായാലും ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം മീനുവിനും വിഷ്ണുവിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കളിച്ചതാണ്. കൂട്ടത്തിൽ അമ്മൂമ്മയ്ക്ക് സന്തോഷമാവട്ടെ, അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതെന്തായാലും ഭംഗിയായി. പിന്നെ ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 12:30 മണിയായപ്പോൾ നമുക്ക് ചിറ്റപ്പനൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് കല്യാണം നടക്കുന്നത്, വൈകുണ്ഠം ഓഡിറ്റോറിയത്തിൽ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇതൊക്കെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു, റൂം എടുത്ത് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക, ഒരു ഹൗസാണ്, അതിൻ്റെ വലിയ ഹോം സ്റ്റേ പോലെ. അവിടെ തന്നെ ഒരു 3-4 ഫാമിലിക്കുള്ള താമസിക്കാനായിട്ട് പറ്റും. നല്ല അടിപൊളി റൂമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം നല്ല സ്പേസ് ഉണ്ട്. വാഷ്റൂമൊക്കെ വലിയൊരു ഹോള് പോലെ തന്നെയാണ് കിടക്കുന്നത്, അതുപോലെ സ്പേസ് ഉണ്ട്. അപ്പം പിറ്റേ ദിവസത്തേക്കുള്ള സാരി കാര്യങ്ങളൊക്കെ ഞാൻ പ്ലീറ്റ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. കാരണം രാവിലെ അത്ര എളുപ്പമാകും. രാവിലെ 10 മണിക്ക് അവിടെ എത്തണം. അതിന് ശേഷമുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടും. ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിടക്കാൻ പോവുകയാണ്. ഇനി അധികം ഉറങ്ങാനായിട്ടുള്ള സമയമില്ല. ആകെ ടയർഡാണ്, ഫേസൊക്കെ ആകെ കുളമാകും. ഒന്നാമതേ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഫേസ് കുളമാവുകയും കൂടി ചെയ്താൽ പറയണ്ടല്ലോ. അപ്പം നാളെ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക. നമുക്ക് ചിറ്റപ്പനും ചിറ്റ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ്. കാരണം വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും തള്ളും ഇടയില്ലായ്മയും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഫ്രീ ആയി, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പോരാത്തതിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അമ്മയും അച്ഛനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹം പോലെ എന്തായാലും നടക്കട്ടെ. കാരണം നല്ല ആളാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ല നല്ല വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച്.